ലൂക്ക 1:74-75 തിരുവചനങ്ങൾ. ലൂക്ക 1:74-75 തിരുവചനങ്ങൾ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി, പറഞ്ഞ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി, നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. വിഷയം. അപ്പൊ പരിശുദ്ധി എന്ന് പറയുമ്പോൾ ഒരു ചിറകേ ഉള്ളൂ. പിന്നെ ഒരു ചിറക് എന്തിൻ്റെയാണ്? നീതിയുടേതാണ്. ദൈവത്തെ ശുശ്രൂഷിക്കണമെങ്കിൽ 2 ചിറകും വേണം. ഒരു ചിറകുള്ള പക്ഷി വല്ലയിടത്തും പറന്ന് കേട്ടിട്ടുണ്ടാ? അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും കുമ്പസാരവും കുർബാനയും കൊണ്ട് പരിശുദ്ധി മതിയെന്ന് പറഞ്ഞിരുന്ന ഒരു പണിയും നടക്കത്തില്ല. ഒരു ചിറക് ഒടിഞ്ഞു കിടക്കും. എന്താണ് അത്? നീതിയുടേതാണ്. 2 ചിറകും കൊണ്ടാണ് പറക്കണത്. എന്താണ്? ഒരു വിശുദ്ധിയും ഒരു നീതിയും. അപ്പം നീതി അനീതി ആരോടും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് ആ പക്ഷം കൂടി ബലമുള്ളതാക്കി എടുത്തിട്ട് പെട്ടെന്ന് പറക്കാൻ നോക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കായി അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കൈകൾ 2 കൂട്ടി നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഹോൾ ബോഡി ഈശോയെ സമർപ്പിക്കുക. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനകള്, 40 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷകള്, അതുപോലെ തന്നെ അൽത്താരയിലെ ദേവമാതാവിൻ്റെ പ്രത്യക്ഷഗണത്തിൻ്റെ യോഗ്യതകള്, അൽത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തികള്, അങ്ങയുടെ മക്കളെ ഇതിൻ്റെ അടിസ്ഥാനത്തിലും ആധാരത്തിലും അങ്ങയുടെ മക്കളെ ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കാഴ്ച നൽകവനെ, ചെകിടിന് കേട് നൽകവനെ, ഓമന സംഭാഷണം നൽകവനെ, മഹോരോഗ്യപ്പെടുത്തവനെ, തലവാരോഗ്യപ്പെടുത്തവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമസ്തുതിക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണം പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ, വൈദ്യാക്കാലം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ആന്തരിക രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, കരരോഗങ്ങൾ, ഹൃദയാഘാതം വന്നവരുടെ സൗഖ്യങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ബ്രെയിൻ്റെ സിസ്റ്റുകൾ, ബ്രെയിൻ ക്യാൻസറുകൾ, എല്ലാ രോഗങ്ങളെയും, പേരിക്കോസിൻ്റെ രോഗങ്ങൾ കർത്താവ് സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകരം, അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, വീണ്ടും കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളെ തന്നെ കർത്താവ് സമർപ്പിക്കുക. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ,
ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുന്നവർ, പരീക്ഷാ ഫലം പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നവർ, വിസ പുതുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, കേസുള്ളവർ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ, ഓരോ ജോലിയില്ലാത്ത മക്കളെ അങ്ങനെ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജോലി സ്ഥലത്ത് ഭയങ്കര പ്രയാസങ്ങളിലൂടെ ഞെരുക്കമുള്ളവർ, ഒരു അടുത്തുള്ള നാട്ടിലേക്ക് കർത്താവെ ട്രാൻസ്ഫറിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രതീക്ഷിക്കുന്നവർ, അവിടെ പ്രാർത്ഥനകൾ അങ്ങ് ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവ്, സ്ഥലം പോക്കുവരെ ചെയ്യാൻ കിടക്കുന്നവരെ, സ്ഥലം തരം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം അവരുടെ സങ്കടങ്ങളെ കർത്താവിന് ദൃശ്യത്തിന് സമർപ്പിച്ച് കർത്താവ്, ഭയമുള്ളവർ, ഒന്നും ചെയ്യാൻ ഒരു വിൽപ്പത്രം പോലും എഴുതാൻ ധൈര്യമില്ലാത്തവർ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി വിഷമം അനുഭവിക്കുന്ന കാണാതെ രേഖകൾ, ആ രേഖകൾ വന്നിട്ടുള്ള തെറ്റുകൾ അത് തിരുത്താൻ ആഗ്രഹിക്കുന്നവർ എല്ലാം കർത്താവിൻ്റെ ദൃശ്യത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, പരീക്ഷ, അതുപോലെ എല്ലാവിധ യോഗ്യത പരീക്ഷകളെയും കർത്താവ്, യോഗ്യത പരീക്ഷകളെയും ടെസ്റ്റുകളെയും അതിൽ പങ്കെടുക്കുന്നവരെയും അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെയും, അമ്മേ, പരിശുദ്ധമ്മേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ അമ്മ അവരുടെ യോഗ്യതയാക്കാരുപരി അവർക്ക് കൃപ നൽകിക്കൊണ്ട് ആ കൃപ അവരുടെ യോഗ്യതയാക്കി മാറ്റിക്കൊണ്ട് അവിടെ കണ്ണുനീരൊപ്പണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. മുട്ടയിൽ നിന്ന് അച്ഛൻ വിട്ടുപോയ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ
പേര് സുഗന്ധി. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി 2024 9 2019 ഡിസംബറിലാണ് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഒരു പത്രം വഴിയാണ് ഞങ്ങൾക്ക് മാതാവിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അന്ന് മുതൽ ഞങ്ങൾ ഓൺലൈനിൽ കയറി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം കോവിഡ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് 1.5 വർഷം ഇവിടെ വരാൻ സാധിച്ചില്ല. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് മോൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഓൺലൈനിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു. മോൾക്ക് വന്നിട്ട് പുറത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് കുട്ടികൾ കൂടെ ഇരുന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് IELTS ഒക്കെ ഭയങ്കര ടഫാണെന്നൊക്കെ പറഞ്ഞ് മനസ്സ് മാറിയിരിക്കുമായിരുന്നു. അങ്ങനെ BSc കംപ്ലീറ്റ് ചെയ്ത് MScക്ക് ഞങ്ങൾ ഇവിടുത്തെ കോളേജ്, ഞങ്ങൾ കോയമ്പത്തൂരാണ്, കോയമ്പത്തൂരിലെ കോളേജിൽ തന്നെ ഞങ്ങൾ ഫീസ് അടച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഏജൻസി ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഏജൻസി ത്രൂ ഞങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ അയർലാൻഡിൽ ഒരു കോളേജിൽ ഇതുപോലെ ഇവിടെ പഠിക്കുന്ന കോഴ്സ് തന്നെ ഞങ്ങൾക്ക് മാതാവ് കാണിച്ചു തന്നു. അങ്ങനെ ഏജൻസിയിലോട്ട് വിളിക്കാൻ എനിക്ക് മനസ്സിൽ തോന്നിച്ചു. ഞാൻ അങ്ങനെ ഏജൻസിയിൽ വിളിച്ചു തിരക്കിയപ്പോൾ ഞങ്ങൾക്ക് സ്കോളർഷിപ്പോടു കൂടി അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു. ഫിനാൻസിൻ്റെ കാര്യത്തിലേക്ക് അയർലാൻഡ് ഭയങ്കര സ്ട്രിക്റ്റാണ് എന്ന് അവർ ഏജൻസി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ IELTS പഠിക്കാൻ മോൾക്ക് ഇൻട്രസ്റ്റ് തോന്നി. IELTS ജോയിൻ ചെയ്തു. IELTS പരീക്ഷയുടെ സമയത്ത് ഭയങ്കര പനിയും ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടിയുടെ കാശ് രൂപ മോൾക്ക് കൊടുത്തുവിട്ട് തേനും ഉപ്പും ഒക്കെ കൊടുത്തുവിട്ട് പ്രാർത്ഥിച്ചു വിട്ട് സ്പീക്കിംഗ് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 7.5 ഗ്രേഡോടുകൂടി അമ്മ മാതാവ് ഞങ്ങൾക്ക് അത്രയും ഗ്രേഡ് മാർക്ക് തന്ന് പാസ്സാക്കി. അതോടുകൂടി ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് BSc റിസൾട്ട് മോൾക്ക് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷനോടുകൂടി മോള് പാസ്സാവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് അയർലാൻഡിലെ ഏജൻസി അവിടുന്ന് ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടി. കൂടെ തന്നെ 14 ലക്ഷം രൂപയോളം ഫീസ് അടയ്ക്കേണ്ടടുത്ത് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ ഫീസ് അടച്ചാൽ മതിയായിരുന്നു. ആ സമയത്ത് യൂറോ റേറ്റും എല്ലാം കുറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് സ്കോളർഷിപ്പും കിട്ടി, ഫീസ് അടയ്ക്കാൻ സാധിച്ചു. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ ബാങ്ക് ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ലോണിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ നിന്ന് വരുമ്പോൾ 2 മണിക്കൂർ ലേറ്റായി. 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുവരേണ്ടതെന്ന്. അന്നേരം പറയുക 12 ലക്ഷം രൂപ ബാങ്കിൽ ക്രെഡിറ്റ് ആയെന്ന്. അപ്പോൾ അതും ഞങ്ങൾക്ക് മാതാവ് തന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം പെൻഷൻ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ കിട്ടി. കൂടാതെ പേഴ്സണൽ ലോണും എല്ലാം കൂടി 12 ലക്ഷം ഓൾറെഡി ബാങ്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളത് മറന്നുപോയി. പക്ഷേ ഈ സമയത്താണ് മാതാവ് ഞങ്ങൾക്കത് തന്ന് സഹായിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം 25 ലക്ഷം ആകുമെന്ന് പറഞ്ഞിരുന്നു എല്ലാം കൂടി. പക്ഷേ ഞങ്ങൾക്ക് ഈ 12 ലക്ഷം കിട്ടിയതോടുകൂടി ഞങ്ങൾക്ക് സന്തോഷമായി. അതിനുശേഷം പിന്നെ 7.5 ലക്ഷം രൂപ വിത്തൗട്ട് കൊളാട്രൽ, വീടിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നും വെക്കാതെ തന്നെ 7.5 ലക്ഷം രൂപയും കൂടെ കിട്ടി. അങ്ങനെ മോൾക്ക് പോകാനുള്ള പൈസ എല്ലാം മാതാവ് സഹായിച്ച് എല്ലാം റെഡിയായി കിട്ടി. ഈ 7.5 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ബാങ്കിൽ പോകുമ്പോഴെല്ലാം മാതാവിൻ്റെ ചെറിയൊരു കാശ് രൂപ ഇവിടെ നിന്ന് കിട്ടിയതും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 21 ദിവസം കൊണ്ടാണ് ആ പൈസയും കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾക്ക് വിസ പ്രോസസ്സിങ്ങും അതിനുവേണ്ടി ഞങ്ങളുടെ പേപ്പർ വർക്കും അതിലുള്ള ചെറിയ മിസ്റ്റേക്ക് പോലും മാതാവ് കാണിച്ചു തന്ന് അത് തിരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് വിസ ഡേറ്റ് എടുത്ത് തന്ന് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ മാതാവ് സഹായിച്ചു. അപ്പോഴും ചെറിയ കാശ് രൂപം കൊണ്ടാണ് VFSC പോയത്. ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം അയർലാൻഡിൻ്റെ ഫിനാൻസ് കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വന്നു. ഞങ്ങളുടെ മാത്രമല്ലാതെ എൻ്റെ അമ്മയുടെയും കൂടെ സ്പോൺസർ ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വന്നു. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ എല്ലാം ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്ത് 1 മാസത്തിനകം വിസ കിട്ടി. അതുമാത്രമല്ലാതെ മോൾക്ക് ഒറ്റയ്ക്ക് പോകുമല്ലോ എന്നോർത്ത് ഞങ്ങൾ വിഷമിച്ചിരുന്നപ്പോൾ ഒരു കുട്ടി മോൾക്ക് തന്നെ ഫോൺ ചെയ്ത് VFSൽ വെച്ച് ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ച് അങ്ങനെ കൂടെ പോകാൻ ഒരാൾക്ക് പകരം 4 പേരെ മാതാവ് കൂട്ടിന് നൽകി. അതുപോലെ തന്നെ അക്കോമഡേഷൻ കിട്ടാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ മക്കൾ തന്നെ അയർലാൻഡിലുള്ള അവരുടെ ബന്ധുക്കളെ കൊണ്ട് അവിടെ അക്കോമഡേഷൻ റെഡിയായി ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ വർഷം ജനുവരി 2024 17 മോളും അയർലാൻഡിൽ പോയി. അതിനു മുമ്പ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നു. അപ്പം അന്ന് മുതൽ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ മോള് ലീവിന് വന്നപ്പോൾ എനിക്കതിന് സാധിച്ചു. അതിന് ഞാൻ മാതാവിനോട് ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ആർമിയിൽ ജോലിയായിരുന്നു. ഭയങ്കര നടുവേദനയായിരുന്നു 20 വർഷമായിട്ട്. ആ നടുവേദന കാരണം ജമ്മു കാശ്മീർ പോലുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ജോലി എഴുതി കൊടുത്ത് റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്ത്
എക്സ്റ്റൻഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്ത് വീട്ടിൽ വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് വേറെ ജോലിക്ക് പോകാനും ഭയങ്കര പാടായിരുന്നു. വണ്ടി ഓടിക്കാനും ഒക്കെ ബെൽറ്റ് ഇട്ടുകൊണ്ടായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും വൈകുന്നേരം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ അതിന് നല്ല ആശ്വാസം കിട്ടി. ഇപ്പോൾ ബെൽറ്റ് ഇടണ്ട, അഥവാ നടുവേദന വന്നാലും പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. മാതാവിനെ ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി, സൗഖ്യം വരും. ഈശോപ്പ മാതാവ് ഇത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ എൻ്റെ ഇളയ മോള് പഠിക്കാൻ കുറച്ച് ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 10ാം ക്ലാസ്സിൽ ജനുവരി ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ബോർഡ് എക്സാമിന് 2 മാസം ഉള്ളപ്പോൾ നല്ലപോലെ ഇരുന്ന് പഠിക്കാനുള്ള കൃപ ഈശോപ്പ നൽകി, അമ്മ മാതാവ് നൽകി. എൻ്റെ കുഞ്ഞ് 80% മാർക്ക് എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിച്ച ഗ്രൂപ്പ് തന്നെ ബയോളജി ഗ്രൂപ്പും കിട്ടി, കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പും കിട്ടി. മോൾക്ക് ബയോളജി ഗ്രൂപ്പ് തന്നെ എടുത്ത് പഠിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മൂത്ത മോള് അയർലൻഡിൽ പോയി കഴിഞ്ഞ് എല്ലാവർക്കും പാർട്ട് ടൈം ജോബ് കിട്ടുന്നു. മോൾക്ക് ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് വിഷമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് പ്രകാരം മാർച്ച് 8 വിമൻസ് ഡേയുടെ ഒരു ഗിഫ്റ്റായിട്ട് ഒരു ജോലി നൽകണമേ എന്ന് ഞങ്ങൾ മാതാവിനോട് ഈശോയോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മാർച്ച് 6 തന്നെ പാർട്ട് ടൈം ജോബ് ഓഫർ ലെറ്റർ കിട്ടി. അങ്ങനെ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങോട്ട് 5 പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഓരോ മാസവും റെൻറ്റും ചിലവും കാര്യങ്ങളെല്ലാം മോൾക്ക് തന്നെ നോക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും മോൾക്ക് വരാനും സാധിച്ചു. ഇനി പോയിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. ഞങ്ങൾ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിക്കുന്നു. ഇനി ഇവിടെ ഉടമ്പടി സാക്ഷ്യമായി ഞങ്ങളെ നിർത്തമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഉടമ്പടി വസ്തുക്കൾക്കുണ്ട്. അതുപോലെ ഉപ്പും തൈലം ഉപയോഗിച്ച് ഒരുപാട് ആശീർവാദം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ഞങ്ങൾ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളിതെല്ലാം ഉപയോഗിക്കും. ഞങ്ങൾക്ക് നല്ല സൗഖ്യം കിട്ടിയിട്ടുണ്ട്. 6ാമത്തെ പ്രാവശ്യമായിട്ട് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇപ്പം ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഇത്രയും ആശീർവാദം നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഇവിടുന്ന് ഞാൻ മേടിച്ചുകൊണ്ട് പോകും. തമിഴ് പത്രം മേടിച്ചുകൊണ്ട് പോയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. മലയാളം ഞാൻ വാങ്ങിച്ചിട്ടില്ല. എല്ലാ തമിഴർക്കുമാണ് കോയമ്പത്തൂർ ഞാൻ പള്ളികളിലും അതുപോലെ ബസ് സ്റ്റോപ്പിലും വഴിയോരങ്ങളിലുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് മോൾക്ക് ജോലി കിട്ടി, പാർട്ട് ടൈം ജോബ് കിട്ടി. ആദ്യത്തെ മാസം തന്നെ ഞങ്ങൾക്കൊരു ചിൽഡ്രൻസ് ഓർഫനേജിൽ ഇതുപോലെ 10-35 കുട്ടികൾക്ക് ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് ശാപ്പാട് ഓർഡർ ചെയ്ത് അവർക്ക് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റി. അതിനുശേഷം ഞാനും എൻ്റെ അമ്മയും ഒക്കെ ഓർഫനേജിൽ പോകും. ഓർഫനേജ് ഓൾഡ് ഏജ് കെയറിലും അതുപോലെ തന്നെ സ്ത്രീകളെ മാത്രം വെച്ച് കെയർ ചെയ്യുന്ന കെയർ ഹോമിലും ഒക്കെ പോയി ഞങ്ങൾ ശാപ്പാടിനുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. ശാപ്പാട് അവർക്ക് വിളമ്പിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലും പോയിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ പോകുമ്പം വഴിയോരങ്ങളുള്ള പാവത്തുങ്ങൾക്ക് സ്നാക്സായിട്ട് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചോറ് അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും കൊണ്ട് കൊടുക്കും. ഞങ്ങളെക്കൊണ്ടാവുന്ന സഹായങ്ങൾ എല്ലാ മാസവും ചെയ്യും. എല്ലാ മാസവും അതുപോലെ തന്നെ ഓൾഡ് ഏജ് കെയറിൻ്റെ ഒരു ഡൊണേഷൻ കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ജീവിതകാലം മുഴുവനും ഈശോപ്പയും അമ്മയായിട്ടുള്ള ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി ചൊല്ലുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിനോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്ക് കിട്ടിയ നന്മകളെയും സാക്ഷ്യങ്ങളാക്കി ഇവിടെ ഏറ്റുപറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് സ്നേഹ പി തോമസ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് 20-ാം തീയതിയാണ്. ഇതെൻ്റെ മമ്മിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം, ഒരു നന്മയെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ നിൽക്കുന്നത്. എൻ്റെ മമ്മി ഈ വർഷം മാർച്ച് മാസം ഒരു അബ്ഡോമിനൽ സ്കാൻ, ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയും അതിൽ ഞാൻ ആ സമയത്ത് ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനിപ്പോൾ പാസ്സായി. ആ സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു, സ്റ്റേ ആയിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി അവിടെ സ്കാൻ ചെയ്യുകയും അവിടെ മമ്മിക്ക് പലതര വിഷയങ്ങളും അബ്ഡോമിനിൽ ഉണ്ടെന്ന് പറയും, ഫാറ്റി ലിവർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയും, പക്ഷേ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ഒരു സങ്കടമാണ് അന്നുണ്ടായത്. അതായത് മമ്മിയുടെ സെർവിക്സ് റീജിയണിൽ ഒരു ചെറിയ സിസ്റ്റ് ലേഷൻ ഉണ്ടെന്ന് അവിടെ അന്ന് പറയുകയും ചെയ്തു. അന്ന് ഡോക്ടർ മമ്മിയോട് ജസ്റ്റ് ആ ഒരു പാപ്സ്മിയർ ടെസ്റ്റ് എടുത്തപ്പോൾ മമ്മി ചോദിച്ചു, എന്താണ് ഇതിപ്പോൾ എടുക്കാൻ കാര്യം? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ജസ്റ്റ് ചുമ്മാ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ റിസൾട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 1 മന്ത് കഴിഞ്ഞ് മാത്രമേ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് മമ്മി അത്ര കാര്യമാക്കി എടുത്തില്ല. മമ്മി അതെനിക്ക് വാട്സപ്പ് ചെയ്ത് തരികയും അന്ന് എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആകെപ്പാടെ ഞാൻ അതിൻ്റെ ടെൻഷനിൽ നിൽക്കുമ്പോൾ മമ്മി എനിക്കിത് അയച്ചു തരികയും ഞാൻ ഇതിൻ്റെ റിസൾട്ടിൻ്റെ കാണുകയും ചെയ്തു. ആ സമയത്ത് നമുക്കറിയാം, നമ്മളൊരു മെഡിക്കൽ ഫീൽഡിൽ നടന്നു പോകുമ്പോൾ ഒരു പാപ്സ്മിയർ ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിയുമ്പം എന്തിനായിരിക്കും, അതിലൊരു ക്യാൻസറിൻ്റെ ഒരു സിസ്റ്റ് ആണെന്ന് അവർക്കൊരു തോന്നലുണ്ടായിട്ടായിരിക്കാം അതങ്ങനെ മമ്മിക്കൊരു പാപ്സ്മിയർ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞ് ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി അവരെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എനിക്ക് ആകെ സങ്കടം വന്നിട്ട് ഞാൻ ആദ്യം നോക്കിയത് എൻ്റെ മാതാവിനെയായിരുന്നു.
ഞാൻ അവിടെ ഇരുന്ന് അമ്മ മാതാവിനോട് എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും അറിയില്ല. ഞാൻ ആകെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞത് മമ്മിക്ക് ഫാറ്റി ലിവർ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, റിസൾട്ട് വരുന്നിടം വരെ ഞാനിത് ആരോട് പറയില്ല. അമ്മ മാതാവിനോട് ഞാൻ പറയും. അത് കഴിഞ്ഞ് മമ്മിയോട് പറഞ്ഞ് ഞാൻ അമ്മ മാതാവിന് ഇവിടെ വന്ന് സാക്ഷീകരിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ കൂട്ടുകാർക്കോ എൻ്റെ വീട്ടുകാർക്കോ ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്മ മാതാവിന് കൂടുതലായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അത് നെഗറ്റീവാക്കി എനിക്ക് കാണണം, വേറെ ഒന്നും എനിക്ക് കാണണ്ട. എൻ്റെ മമ്മി ഒരു രോഗിയായിട്ട് കാണാനോ അങ്ങനെ ഒരു സിസ്റ്റോ ക്യാൻസറോ ഒന്നുമായിട്ട് കാണാനോ എനിക്ക് സാധിക്കില്ല അമ്മ മാതാവേ, എനിക്ക് അതിന് കഴിയുകയില്ല. അമ്മ മാതാവ് തന്നെ അത് നെഗറ്റീവാക്കി അമ്മയുടെ പ്രതീക്ഷയനുസരിച്ച് സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്നും അമ്മയുടെ മുന്നിൽ വന്നത് ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ സാക്ഷ്യം പറയാൻ എനിക്ക് കഴിയണമെന്നും ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഏപ്രിൽ 23 ഞാനിവിടെ ഇവിടെ വന്ന് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത വട്ടം ഞാൻ വരുമ്പോൾ എൻ്റെ മമ്മിയും കൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ സാക്ഷ്യം പറയണം, എൻ്റെ മമ്മിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യം. ആദ്യം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, റിസൾട്ടും കാര്യങ്ങളും ആയോ? റിസൾട്ട് ആയിട്ടില്ല. ഏപ്രിൽ 23 ഞങ്ങളിവിടെ വീണ്ടും വരികയും ഞാനും എൻ്റെ കൂട്ടുകാരും ഒന്നിച്ചാണ് വന്നത്. ആ ഉടമ്പടിയിൽ എടുത്തപ്പോൾ മമ്മിയുടെ കാര്യം ഞാൻ എഴുതുകയും ചെയ്തു. അതെനിക്ക് നെഗറ്റീവായി കാണണം, മമ്മിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ഉടമ്പടി എടുത്ത് ഏപ്രിൽ 30 ഞാൻ നോക്കുകയും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായി എന്നെനിക്ക് കാണാനും സാധിച്ചു. അതെനിക്ക് ഒരുക്കി തന്ന എൻ്റെ അമ്മ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അടുത്തതായി എനിക്ക് 4th ഇയറിൻ്റെ എക്സാം, ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് 4th ഇയറിൻ്റെ എക്സാം നല്ല പാടായിരുന്നു. അത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഭയങ്കര ടെൻഷന് കാര്യങ്ങൾ, അവസാനത്തെ വർഷം ഗ്രാജുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് പഠിച്ചിറങ്ങി നമ്മൾ പാസ്സായി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു എക്സാമിൽ എൻഡിൽ വന്ന് നിൽക്കുക. ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ഞാനും എൻ്റെ കൂട്ടുകാരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എക്സാമിൻ്റെ സമയമായി. മാതാവിൻ്റെ ഈ കാശ് രൂപം പിടിച്ചോട് മാത്രമേ ഇതുവരെ എഴുതിയിട്ടുള്ള ഏത് എക്സാമിനും ഞാൻ പോകത്തുള്ളായിരുന്നു. ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ ഉപ്പും എടുത്ത് ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ അമ്മ മാതാവിനോട് പറയും, എൻ്റെ കൂടെ കയറണം. അമ്മ മാതാവ് എൻ്റെ എക്സാം ഹാളിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, അമ്മ മാതാവ് യേശു ഉണ്ടായിരിക്കണം, അടുത്ത് വന്ന് തന്നെ നിന്ന് അമ്മ മാതാവ് എനിക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഞാനല്ല എഴുതുന്നത്, അമ്മ മാതാവ് എൻ്റെ കൈ പിടിച്ച് തന്നെ അത് എഴുതിപ്പിക്കണം. എന്നാൽ മാത്രമേ ഞാനിതിൽ ജയിക്കുകയുള്ളൂ. എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, അങ്ങ് അവിടുന്ന് തന്ന ഉത്തരങ്ങൾ മാത്രമേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഉറക്കെ അവിടുന്ന് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറുമ്പോൾ അമ്മ മാതാവിനെ കൈ പിടിച്ചുകൊണ്ട് കയറും. അവിടെ ചെന്ന് ഇരുന്ന് ഞാൻ അവിടെ ഉപ്പ് വിതറി എക്സാമിലെ എല്ലാ ക്വസ്റ്റ്യൻസും കാണുമ്പോഴും എനിക്കറിയാവുന്നത് ഞാൻ സ്ക്രീനിൽ എഴുതി തീർക്കുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ കൈ പിടിച്ചെഴുതുന്നത് എൻ്റെ അമ്മ മാതാവ്, എൻ്റെ യേശുവാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതെന്നുള്ളത്. ആ സമയത്ത് ഓരോ ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോഴും ഞാൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും കൃപ നിറഞ്ഞ മറിയുമ്പോൾ ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അതെല്ലാം അറ്റൻഡ് ചെയ്ത് OBG എക്സാം, അതായത് ഒരു ഗൈനക്കോളജി സബ്ജക്റ്റാണ്, അത് എനിക്ക് ഇച്ചിരി ടഫായിട്ട് തന്നെയാണ് നിന്നിരുന്നത്. അപ്പോൾ ഞാൻ എഴുതി കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ എഴുതി ഞാൻ വെളിയിൽ വന്നപ്പോൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല എന്നെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ എൻ്റെ മമ്മിയെ വിളിച്ചു, കാര്യം പറഞ്ഞു. എനിക്ക് ആകെപ്പാടെ വിഷമമായി. കാരണം ഒരു 2 മാർക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫെയിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ. മമ്മി പറഞ്ഞു, നീ പേടിക്കണ്ട. പപ്പായും പറഞ്ഞു, നീ പേടിക്കണ്ട, അമ്മ അതവനെ മുറുക്കെ പിടിക്കുക, പാസ്സാകും, കുഴപ്പമില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ മുറുക്കെ പിടിച്ചത് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ മെയ് മാസം 8 എൻ്റെ റിസൾട്ട് വരികയും ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ അതിന് പാസ്സാകുകയും ചെയ്തു. അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണത്. അന്നും ഞാൻ പ്രാർത്ഥിച്ചത് ഇതുപോലെ വന്നു നിന്ന് ഇവിടുന്ന് സാക്ഷ്യം ഏറ്റു പറയാൻ എനിക്ക് കഴിയണമെന്നായിരുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പത്രം ഞാൻ മേടിക്കുകയും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ ജൂനിയേഴ്സിനും ഒക്കെ കൊടുക്കുമ്പോൾ അവിടെ തെലുങ്ക് കുട്ടികളുണ്ട്. അപ്പോൾ ഇതെല്ലാവരുടെ കയ്യിലും മാതാവിൻ്റെ ഫോട്ടോയും ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ആകെ ഒരു ഡൗട്ടാണ്, ഇതെന്താണ്, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നതെന്നുള്ളത്. അന്ന് അറിയുന്ന രീതിയിൽ അവരോടെല്ലാവരോടും ഇത് കൃപാസനം എന്ന് പറഞ്ഞ മാതാവാണ്, ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്, നിരവധി സാക്ഷ്യങ്ങളും കാര്യങ്ങളും മാതാവ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുമെന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു. ഭാരപ്പെട്ടിരിക്കുന്ന കുറേ കുട്ടികളെ കാണുമ്പോഴും ഞാൻ പറയും, നീ കൃപാസനത്തിൽ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, എന്നിട്ട് എക്സാം എഴുത്, പാസ്സാകും, മാതാവ് അവിടെ നിന്ന് കാക്കും എന്ന് തന്നെ ഞാൻ ഉറച്ചു പറയുമായിരുന്നു. പിന്നെ എൻ്റെ ആത്മീയ വളർച്ച എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏറ്റവും വലുത് എൻ്റെ അമ്മ മാതാവിനോടും യേശുവിനോട് കൂടുതലായിട്ട് അടുക്കാനാണ് എനിക്ക് സാധിച്ചത്. അതായത് ഞാനിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും എനിക്കിപ്പോൾ എന്ത് വിഷമം വന്നോട്ടെ, സങ്കടം വന്നോട്ടെ, ഞാൻ ആദ്യം ഓടിച്ചെന്ന് അമ്മ മാതാവിനോട് പറയും, എൻ്റെ യേശുവിനോട് പറയും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന പോലെ നല്ലപോലെ നിന്ന് സംസാരിച്ച്
ഇപ്പം ഞാൻ വാഹനം ഓടിക്കുകയാണെങ്കിൽ തന്നെയും ഈ മാതാ കാശുരൂപവും കൊന്തയും ഞാൻ എൻ്റെ ബാഗിലിട്ടിട്ട് മാത്രമേ മാതാവെ സംരക്ഷണയായി എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ വാഹനം എടുക്കാറുള്ളൂ. അങ്ങനെ എവിടെ പോയാലും ഞാൻ അങ്ങനെ മാതാവിനോട് സംസാരിച്ചു. ഏത് വിഷമം പ്രതിസന്ധിയിൽ പോയാൽ പോലും ഈ ഒരു കാശ്രൂപം പിടിച്ച് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മാതാവ് ഒന്നിനും എനിക്കൊരു തടസ്സവും വന്നിട്ടില്ല. എപ്പോഴും എൻ്റെ വഴി തുറന്നു തന്നെ അവിടെ കാണിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറയാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്തു തന്ന എൻ്റെ മാതാവിനോടും എൻ്റെ യേശുവിനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫീന സിൽവസ്റ്റർ. ഞാൻ കൊച്ചി രൂപതയിലെ കൊമ്പളങ്ങി സേക്രഡ് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ 2 ബ്രസ്റ്റിലും 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഒക്കെയുള്ള മുഴകളും, നക്ഷത്രം പോലെ 2 ബ്രസ്റ്റിലും നിറയെ മുഴകളും വന്നു. അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്ത് 2 ബ്രസ്റ്റിലും എടുത്ത് കളയണത് നക്ഷത്രം പോലെ ഉള്ളതുകൊണ്ട് പെറുക്കി കളയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും 2 ബ്രസ്റ്റും ഒരേ സമയം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, എന്നിട്ടത് എടുത്ത് കളയുക തന്നെ വേണം, മരുന്നില്ല. അപ്പോൾ 2019 അതിനുവേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്, ഏപ്രിൽ മാസം. അതിനുശേഷം എനിക്ക് ആകെ ഒരു വിഷമതയിലായി. അതൊന്നും സംഭവിക്കണില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടും. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ തൈക്കാട്ടിശ്ശേരി പള്ളിയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ദൈവം എന്നെ അനുവദിച്ചു. ആ സമയത്ത് അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ ദിവ്യസക്രാരിക്ക് മുമ്പിൽ എന്നെ മുട്ട് കുത്തിച്ച് നിർത്തി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് എന്നെ വിട്ടു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വീണ്ടും അത് വലുതാകുന്നത് പോലെയൊക്കെ സംഭവിച്ചു. ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊരു സംശയമുണ്ട്, ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കണം, അപ്പോൾ നമ്മൾ ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഇങ്ങനെ സംശയം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് അച്ഛനെ കാണാനുള്ള ഒരു ടോക്കൺ കിട്ടി. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. ഇങ്ങനെ ക്യാൻസർ ആണോ എന്ന് സംശയം പറയുന്നു അച്ഛാന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛനൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഒന്നും പറഞ്ഞില്ല. അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, ഞാൻ പോയി. പിന്നെ അത് ബയോപ്സിക്ക് അയച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ കാലമായി. പിന്നെ 2 വർഷം കൊറോണ കാലമായിരുന്നു, ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞ് കൊറോണ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ കാലത്ത് ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ 2 ബ്രസ്റ്റിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. 2 വർഷം കൊറോണ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തോ ഒരു ചേഞ്ച് കാണുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഓപ്പറേഷൻ വേണ്ട, ഒരു 2 മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 മാസം പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വൈറ്റമിൻ ഗുളിക കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വൈറ്റമിൻ ഗുളിക മാത്രം തന്നു. എന്നിട്ട് 1 മാസം ഒരു മെഡിസിൻ എടുക്കാതെ ഇരിക്കണം എന്ന് പറഞ്ഞു, എന്നിട്ട് വരണം. അങ്ങനെ ഞാൻ 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ഇനി ഒരു സ്കാനിങ്ങിൻ്റെ ആവശ്യം പോലും ഇല്ല, അതുകൊണ്ട് 2 ബ്രസ്റ്റിലെയും എല്ലാ മുഴകളും മാറിയിരിക്കുന്നു, അപ്പോൾ ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇത്ര വലിയ അനുഗ്രഹം നൽകിയ ദൈവമാതാവിനും തിരുകുമാരനും ദൈവപിതാവിനും അനന്തകോടി നന്ദി. ഞാൻ കാരുണ്യ പ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം, കൃപാസനം പേപ്പർ ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് ഇന്ന സ്ഥലത്തൊന്നുമില്ല, വീടുകളിൽ കൊടുക്കും, കടകളിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക്. ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് 3 കെട്ട് വാങ്ങണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ ഞാൻ ഓർത്ത് മാതാവ് ഇതിനിപ്പോൾ വാങ്ങിപ്പോയി ഇനി എന്താ ചെയ്യുന്നത്. ആ സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീടിനടുത്തൊക്കെ കുറച്ച് പേർക്ക് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ചേച്ചിക്ക് പൈസ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചേച്ചിക്ക് വാങ്ങി കൊടുക്കാനായിട്ട്. അങ്ങനെ ആ ചേച്ചി വന്ന് എൻ്റെ അടുത്തുനിന്ന് ഒരു കെട്ട് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ വളരെ നമുക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോയി.
അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം, ഉപ്പ്, തേന്, കൊന്ത, എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ നിന്ന് വാങ്ങും. അപ്പം ചിലവരെയൊക്കെ കാണുമ്പോൾ ഇത് കൊടുക്കണം എന്നെൻ്റെ ഉള്ളിൽ പറയും. അത് ക്രിസ്ത്യൻ ആകാം, നോൺ ക്രിസ്ത്യൻ ആകാം. മിക്കവാറും എല്ലാവരെയും കാണുമ്പോഴേ മാതാവിനെക്കുറിച്ച് പറയണം എന്നെൻ്റെ ഉള്ളിൽ പറയും. അതുമാത്രമല്ല, ഞാൻ ചിലപ്പോൾ പറയും, ഞാൻ അങ്ങോട്ട് പറയും, ഇപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ മനസ്സിലിങ്ങനെ പറയേണ്ടതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ തന്നെ എല്ലാവരോടും, ഞാൻ കാണുന്ന എല്ലാവരോടും ഉള്ളിൽ പറയേണ്ടവരെയൊക്കെ പറയണം എന്നുള്ള എൻ്റെ മനസ്സിൽ നിന്ന് പറയാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. ഇതുപോലെ പലരും ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും അതുപോലെ തന്നെ അവർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.